പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖല അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖല സ്വാതന്ത്ര്യാനന്തര ഭാരതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് കേട്ടു പരിചയമുള്ള ചില കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ആ ഓർമ്മപ്പെടുത്തലിലൂടെ കുറച്ച് മാർക്ക് നമുക്ക് സമ്പാദിക്കാം. ശ്രദ്ധിക്കുക. അപ്പം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടു മുന്നേയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകാൻ നമുക്ക് നിർവാഹമില്ല. കാര്യം ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാര കൈമാറ്റം എന്ന ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത് അന്നത്തെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയാണ്. കാര്യം രണ്ടാം ലോക മഹായുദ്ധാനന്തരം ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാര്യവും ആ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അധികാരം കൈമാറുമെന്ന് അന്നത്തെ ലേബർ പാർട്ടിയുടെ നേതാവായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി പ്രഖ്യാപിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നിങ്ങൾക്കറിയാം, ആ ലേബർ പാർട്ടിയുടെ നേതാവായിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ ആ പ്രഖ്യാപനത്തെ ധീരമായ കാൽവെപ്പ് എന്നാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ ധീരമായ കാൽവെപ്പ് എന്ന ആറ്റ്ലിയുടെ പ്രഖ്യാപനം നടക്കുന്നു. ആ പ്രഖ്യാപനം നടന്നത് 1947 ഫെബ്രുവരി മാസം 20 ആയിരുന്നു. ഈ പ്രഖ്യാപനത്തെ മറ്റൊരു കാര്യം കൂടെ നെഹ്റു പറയുന്നു, ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം. ബുദ്ധിപരമായ തീരുമാനം തന്നെ, പക്ഷെ സാഹസികമാണ്. ഇങ്ങനൊരു പ്രഖ്യാപനം പറഞ്ഞതും ക്ലെമന്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ഇങ്ങനെ പറഞ്ഞതും സാക്ഷാൽ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനോടനുബന്ധിച്ച് ഇന്ത്യയിലുണ്ടായിരുന്ന അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭുവിനെ ക്ലെമന്റ് ആറ്റ്ലി തിരിച്ചു വിളിക്കുകയും പുതിയ വൈസ്രോയിയായി മൗണ്ട് ബാറ്റനെ നിയമിക്കുകയും ചെയ്ത കാര്യം നിങ്ങളുടെ ഓർമ്മകളിൽ കാണും. അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ ചില പദ്ധതികൾ തയ്യാറാക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്. ആ പദ്ധതി അറിയപ്പെടുന്നത് ജൂൺ 3 പദ്ധതി, അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതി ആയതുകൊണ്ട് ഇതിനെ മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നും അറിയപ്പെടുന്നു. കൂടാതെ മറ്റു ചില പേരുകളോട് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. ഒന്ന് ബാൾക്കൻ പദ്ധതി, 2 ഡിക്കി ബേർഡ് പദ്ധതി. അപ്പം മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറഞ്ഞാലും ജൂൺ 3 പദ്ധതി എന്ന് പറഞ്ഞാലും ബാൾക്കൻ പദ്ധതി എന്ന് പറഞ്ഞാലും ഡിക്കി ബേർഡ് പദ്ധതി എന്ന് പറഞ്ഞാലും എല്ലാം ഒറ്റ പദ്ധതി തന്നെ. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പ്ലാനാണ് ഈ പറഞ്ഞ പല പേരുകളിൽ അറിയപ്പെടുന്നത്. ഈ പ്ലാൻ അന്ന് അവതരിപ്പിക്കുന്നത്, അതായത് ഈ ബാൾക്കൻ പദ്ധതി എന്ന ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി ബ്രിട്ടനിലെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് സാക്ഷാൽ ക്ലെമന്റ് ആറ്റ്ലി തന്നെയായിരുന്നു. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച മലയാളിയായിരുന്നു VP മേനോൻ. നിങ്ങൾക്കറിയാം, VP മേനോന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. ഓർമ്മ വന്നു കാണും. അതിനെ സഹായിക്കുന്നു. എന്തൊക്കെയാലും ശരി, അധികാര കൈമാറ്റത്തിനായി 1947 ഓഗസ്റ്റ് 15 എന്ന തീയതി തിരഞ്ഞെടുക്കുന്നു. അത് തിരഞ്ഞെടുത്ത പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. അതിനകത്ത് പറഞ്ഞിരുന്നു, ഇന്ത്യ വിഭജിക്കപ്പെടും, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്ന 2 രാജ്യമുണ്ടാകും. ആ വിഭജിക്കുന്ന സമയത്ത് അതിർത്തി നിർണ്ണയിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ, ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിലുള്ള വേർതിരിവ് അല്ലെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഒരാളിനെ നിയമിക്കുന്നു, ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നു. ആ ഉദ്യോഗസ്ഥനാണ് സർ സിറിൽ റാഡ്ക്ലിഫ്. 5 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ പാക് അതിർത്തി രേഖയെ റാഡ്ക്ലിഫ് ലൈൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. റാഡ്ക്ലിഫ് ലൈൻ. മൗണ്ട് ബാറ്റൻ പദ്ധതി അനുസരിച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നു. ഓർക്കുക, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പാസാക്കിയ അവസാന നിയമമായിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. എങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പാസാക്കിയ ആദ്യ നിയമം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് പാസാക്കിയ ആദ്യ നിയമമായിരുന്നു 1773 റെഗുലേറ്റിംഗ് ആക്ട് അല്ലെങ്കിൽ ക്രമീകരണ നിയമം. റെഗുലേറ്റിംഗ് ആക്ട് അല്ലെങ്കിൽ ക്രമീകരണ നിയമം. ഇവിടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പാസാക്കിയ അവസാന നിയമം. എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അധികാര കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിയ ആക്ട് ആയിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കുക. ഇതിലൊപ്പുവെച്ച അന്നത്തെ ബ്രിട്ടനിലെ രാജാവാണ് ജോർജ് 6.
എന്തായാലും 47 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം, അതായത് മൗണ്ട് ബാറ്റൻ പ്ലാനിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരുന്നു. അങ്ങനെ 947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ 15 ഏത് ദിനമായിരുന്നു എന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കുക, വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമെങ്കിൽ 950 ജനുവരി 26 വ്യാഴാഴ്ച ദിവസമാണെന്നും ഓർത്തു വെച്ചേക്കുക. അപ്പൊ ജനുവരി 26 റിപ്പബ്ലിക്കായ ദിനം വ്യാഴാഴ്ച. ഓർക്കുക, ഇന്ത്യയുടെ പഴയ സ്വാതന്ത്ര്യ ദിനമായ ലാഹോർ സമ്മേളനത്തിലെ തീരുമാനപ്രകാരം 929 ലാഹോർ സമ്മേളനത്തിലെ തീരുമാനപ്രകാരം എല്ലാ വർഷവും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കപ്പെട്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പഴയ സ്വാതന്ത്ര്യ ദിനമായിരുന്ന ജനുവരി 26 നമ്മൾ എന്താക്കി മാറ്റിയതാ? റിപ്പബ്ലിക് ദിനമാക്കി മാറ്റിയതാണ്. 50 ആ ജനുവരി 26 വ്യാഴാഴ്ച ദിവസമായിരുന്നു എന്ന് ഓർക്കുക. എന്തൊക്കെയാലും ഇന്ത്യക്ക് അധികാരം കിട്ടിയ സമയത്ത്, അല്ലെങ്കിൽ അധികാരം നൽകിയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ലേബർ പാർട്ടി. അധികാരം നൽകിയ പ്രധാനമന്ത്രി ഏതാണെന്ന് ചോദിച്ചാൽ ക്ലെമന്റ് അറ്റ്ലി. അധികാരത്തിൽ ഇരുന്ന പാർട്ടി, അല്ലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി ഏതെന്ന് വെച്ചാലും ലേബർ പാർട്ടി. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പാർട്ടിയുടെ പേരാ ചോദിക്കുന്നതെങ്കിൽ വേറൊന്നും നിങ്ങൾ തൽക്കാലം ആലോചിക്കേണ്ട, ഏത് പാർട്ടി തന്നെ? ലേബർ പാർട്ടി അല്ലെങ്കിൽ തൊഴിലാളി കക്ഷി. അപ്പോഴും അവിടെ മറ്റൊരു പാർട്ടി ഉണ്ടായിരുന്നു, പ്രബല പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി അല്ലെങ്കിൽ യാഥാസ്ഥിതിക കക്ഷി. മനസ്സിലായി പറഞ്ഞ, അത് ഓർത്തു വെച്ചേക്കുക. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് മഹാത്മാഗാന്ധി ഏത് സ്ഥലത്തായിരുന്നു വെച്ചാൽ ബംഗാളിലെ കൽക്കട്ടയിലെ നവഖാലി എന്ന സ്ഥലത്താണ്. കാര്യം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടു മുന്നേ ഇന്ത്യയിൽ അതിരൂക്ഷമായ വർഗീയ കലാപങ്ങൾ ഉണ്ടായി. ഹിന്ദുവെന്നും മുസൽമാനെന്നും പറഞ്ഞുകൊണ്ട് തമ്മിലടിക്കുന്നു, സഹോദരന്മാരെ കൊല്ലുന്നു, ജാതിയുടെ മതത്തിന്റെ പേരിൽ ജനങ്ങൾ വേർതിരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. അങ്ങനെ നിരവധി ഭവനങ്ങൾ അഗ്നിക്കിരയായി, ആക്രമണത്തിനിരയായി നിരവധി ആൾക്കാർ മരണപ്പെടുന്നു. അവരുടെ ഭവനം സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് മഹാത്മാഗാന്ധി എന്നും ഓർത്തു വെച്ചേക്കുക. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിലെ രാജാവ് ആരാണെന്ന് വെച്ചാൽ ജോർജ് ആറാമൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി നിങ്ങളുടെ പറയേണ്ട കാര്യമില്ല, ക്ലെമന്റ് അറ്റ്ലി ആണെന്ന് പഠിച്ചു. ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. ആ സമയത്ത് INC പ്രസിഡന്റ് JB കൃപലാനി. ഓർക്കുക, JB കൃപലാനിയുടെ പേര് പറയുമ്പോൾ നമ്മൾ ഏത് സമ്മേളനത്തിലാണെന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. 1946 മീററ്റിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് JB കൃപലാനി കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. 47 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇതേ JB കൃപലാനി തന്നെ ഇന്ത്യയുടെ INC പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ചരിത്രം. അപ്പം ആ സമയത്തെ INC പ്രസിഡന്റ് JB കൃപലാനി ആണെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K കേളപ്പൻ. അന്ന് INC പ്രസിഡന്റ് ആയിരുന്നു K കേളപ്പൻ. INCയുടെ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു K കേളപ്പൻ. അടുത്ത ചോദ്യം നോക്കുക. ഇന്ത്യ വിഭജനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകം രചിച്ചത് ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ. ഈ രണ്ടുപേർ രചിച്ച പ്രശസ്തമായ പുസ്തകമാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ എല്ലാവരും സന്തോഷിക്കുന്ന സമയം, പക്ഷേ ഇന്ത്യ വിഭജനം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ വിഭജനം മഹാത്മാഗാന്ധിക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് സാക്ഷാൽ ഗാന്ധിജി ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. ഏത് ദുരന്തം എന്ന് വെച്ചാൽ അപ്പം ഗാന്ധിജി ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ച സംഭവം ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യ വിഭജനത്തെയാണ് മഹാത്മാഗാന്ധി ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ഇന്ത്യയുടെ പ്രഥമ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ വേദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഹാളാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രഥമ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി അതിന് മുന്നോടിയായി വന്ദേ മാതരം ആലപിച്ചതാരാണെന്ന് വെച്ചാൽ സുജേത കൃപലാനി. ഇപ്പൊ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് എന്ന് പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നാവിന്റെ തുമ്പത്ത് വരുന്ന 1896 കൽക്കട്ട സമ്മേളനത്തിലെ വന്ദേ മാതരം ആലാപനമാണ്. അറിയില്ല, മുഹമ്മദ് റഹ്മത്തുള്ള സയാനി അധ്യക്ഷ പദവി അലങ്കരിച്ച 1896 കൽക്കട്ട സമ്മേളനത്തിൽ ആരാണ് ഈ പറഞ്ഞ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്? നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നു കാണും. അത്
രവീന്ദ്രനാഥ ടാഗോറാണ്. രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെങ്കിലും ആദ്യമായി പാടിയത് രവീന്ദ്രനാഥ ടാഗോറാണെന്ന് ഓർക്കുക. ഇവിടെ വന്ദേമാതരം ആദ്യമായി ആലപിക്കുന്നത് ഇവിടെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങുകളിൽ വന്ദേമാതരം ആലപിച്ചത് സുജേത കൃപലാനി. ദുഃഖകരമായ വാർത്ത, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 48 ജനുവരി മാസം 30 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വധിക്കപ്പെടുന്ന ദിവസം. ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് മഹാത്മാഗാന്ധി വെടിയേറ്റു മരിക്കുന്നു. ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറഞ്ഞ ആളാണ് കൊല്ലുന്നത്. നാഥുറാമിനെ തൂക്കിലേറ്റുന്നു. അംബാല ജയിലിലാണ്. അപ്പൊ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട ഒരു കുപ്രസിദ്ധി ആർജിച്ച മനുഷ്യനായി മാറുന്നു നാഥുറാം വിനായക് ഗോഡ്സെ. അംബാല ജയിലിലാണ്. പഞ്ചാബിലെ അംബാല ജയിലിൽ വെച്ചാണ് ഗാന്ധിജിയെ ഈ പറഞ്ഞ ഗാന്ധിജിയുടെ ഘാതകനെ നാഥുറാം വിനായക ഗോഡ്സെയെ തൂക്കിലേറ്റിയത് അംബാല ജയിലിൽ വെച്ചാണ്. സാധാരണ ജയിൽ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വരുന്നതോ ഏർവാദ ജയിലും ആഗാഖാൻ കൊട്ടാരവുമാണ്. ആരുടെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട്? ഗാന്ധിജിയുടെ. ഗാന്ധിജി ഏറ്റവും കൂടുതൽ നാൾ തടങ്കൽ കഴിഞ്ഞ ജയിൽ ഏർവാദ ജയിലും, ഗാന്ധിജി അവസാനം തടങ്കൽ കഴിഞ്ഞ ജയിൽ ആഗാഖാൻ പാലസും, അതുപോലെ തന്നെ വിനായക ഗോഡ്സെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിലിലുമാണെന്ന് ഓർക്കുക. എന്നാൽ നാഥുറാം വിനായക ഗോഡ്സെ മാത്രമായിരുന്നില്ല അന്ന് തൂക്കിലേറ്റപ്പെട്ടത്. അതിനോടൊപ്പം തന്നെ തൂക്കിലേറ്റപ്പെട്ട മറ്റൊരു കുപ്രസിദ്ധി ആർജിച്ച വ്യക്തിയുടെ പേരോർക്കുക, നാരായൺ ദത്താത്രേയ ആപ്തെ എന്ന് പറഞ്ഞ ആളും ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടു. ഇല്ലേ, ഗാന്ധി ആൻഡ് ഗോഡ്സെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേരാ ഗാന്ധി ആൻഡ് ഗോഡ്സെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് വെച്ചാൽ NV കൃഷ്ണവാര്യറാണ്. ഗാന്ധി ആൻഡ് ഗോഡ്സെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് വെച്ചാൽ NV കൃഷ്ണവാര്യർ. ഗാന്ധി ആൻഡ് ഗാന്ധിസം പട്ടാഭി സീതാരാമയ്യ. ഗാന്ധി ആൻഡ് ഗാന്ധിസം പട്ടാഭി സീതാരാമയ്യ. ഗാന്ധി ആൻഡ് അനാർക്കി C ശങ്കരൻ നായർ. ഇതൊക്കെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇമ്പോർട്ടൻ്റ് ആയ ചില പുസ്തകങ്ങൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്കിന്റെ പേര് ബെറിറ്റ പിസ്റ്റൾ. ഇറ്റാലിയൻ നിർമ്മിതമായ ബെറിറ്റ പിസ്റ്റൾ എന്ന തോക്ക് ഉപയോഗിച്ചാണ് ഗാന്ധിജിയെ വെടിവെക്കുന്നത്. ഗാന്ധിജി അവസാനം ഉച്ചരിച്ച വാക്കെന്ന് പറയുന്നത് ഹേ റാം എന്നാണ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ടാണ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ട്. ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. അതിനകത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ അഭിപ്രായം നോക്കെ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെയോ ബെർണാഡ് ഷേയുടെ അഭിപ്രായം വളരെ പ്രസിദ്ധം. കൂടുതൽ നല്ലതാകുന്നത് നല്ലതല്ല. ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് എന്തോ പറഞ്ഞ്? കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അനുശോചന സന്ദേശം അയച്ച വ്യക്തിയാണ് ബെർണാഡ് ഷാ. ഐൻസ്റ്റീൻ എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. രക്തമാംസാദികളാൽ ഇങ്ങനൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരു പക്ഷേ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരുന്നില്ല എന്ന് ഗാന്ധിജിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഐൻസ്റ്റീൻ. രക്തമാംസാദികളിൽ ഇങ്ങനൊരു മനുഷ്യൻ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരു പക്ഷേ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല. ഗാന്ധിജിയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ഐൻസ്റ്റീൻ. എന്തായാലും ഗാന്ധിജിയുടെ മരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു. ആ കമ്മീഷന്റെ പേരാണ് കപൂർ കമ്മീഷൻ. കപൂർ കമ്മീഷൻ ആരുടെ വധവുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർത്തു വെക്കുക. ഗാന്ധിജിയുടെ വധവുമായി നിയമിക്കപ്പെട്ട കമ്മീഷനായിരുന്നു ഏത് കമ്മീഷൻ? കപൂർ കമ്മീഷൻ. അപ്പൊ സ്വാഭാവികമായും ഇതിനുശേഷം ഗാന്ധിജി മരണപ്പെടുന്നു. ഇതിനുശേഷം ഇന്ത്യയിൽ വളരെയധികം വെല്ലുവിളികൾ. സാധാരണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സന്തോഷിക്കേണ്ടതാണ്, നല്ല കാര്യമാണ്, ഉന്മേഷത്തിലാകണം, ആഹ്ലാദത്തിലാകണം. പക്ഷേ നമ്മുടെ രാജ്യം ഒത്തിരി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ആ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ: വിഭജനം 1, വർഗീയ ലഹള 2, അഭയാർത്ഥി പ്രവാഹം 3.
ഇങ്ങനെയുള്ള നിരവധി വെല്ലുവിളികൾ നമ്മുടെ നാട്ടിൽ അനുഭവിക്കേണ്ടി വന്നു. ആർക്കാ? നമുക്ക്. ഇനി വരുന്ന ക്ലാസ്സിൽ ആ വെല്ലുവിളികളെ പറ്റിയുള്ള പഠനമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നടത്താൻ പോകുന്നത്. ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും ഈ ഒരു മേഖല മനസ്സിലായി എന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.